സർക്കാരിൻ്റെ പദ്ധതി എന്ന് പറഞ്ഞാൽ CPM പദ്ധതിയല്ല, അതിൽ ഞാൻ പങ്കാളിയാണല്ലോ. എൻ്റെ ഞാൻ പറഞ്ഞുതരാം. ഇപ്പോൾ ഒരു പ്രത്യേക തരത്തിലുള്ള ഒരു ക്യാമ്പയിൻ നടക്കുക. ആ ക്യാമ്പയിൻ ചർച്ച ചെയ്യപ്പെടേണ്ടതുണ്ട്. സർക്കാർ പദ്ധതി CPM പദ്ധതിയല്ല. സർക്കാർ പറയട്ടെ ഇതൊക്കെ, സർക്കാർ പദ്ധതി LDF പദ്ധതിയല്ല. സർക്കാർ പദ്ധതിയാണ്. ആ പദ്ധതിയിലേക്ക് ഒരു മാസത്തെ ശമ്പളം UDFിൻ്റെ മുഴുവൻ MLA മാരും കൊടുത്ത ആളാണ്. അതിൽപ്പെട്ട ഒരാളാണ് ഞാൻ. പറയട്ടെ പറഞ്ഞു തരട്ടെ. 2, കോൺഗ്രസ് MP ആയ ശ്രീ രാഹുൽ ഗാന്ധി 100 വീടിൻ്റെ പണം കർണാടക സർക്കാരിനോട് കൊടുക്കാൻ പറഞ്ഞു. ആ കർണാടക സർക്കാർ പണം കൊടുത്തു. കേരളത്തിൻ്റെ മുഖ്യമന്ത്രി തറക്കല്ലിടലിൽ കർണാടക സർക്കാരിന് പണം കിട്ടി എന്ന് അവിടെ പ്രഖ്യാപിച്ചു. 2, 3, കേരളത്തിലെ കുടുംബശ്രീ പ്രവർത്തകർ അവർ 100 വീടിൻ്റെ പണം കൊടുത്തു. കേരളത്തിലെ പൊതുസമൂഹം മുഴുവൻ പങ്കാളികളായി. ഇത് കേരളത്തിലെ പൊതുസമൂഹത്തിൻ്റെതാണ്. അതിന് UDFനും LDFനും ഞങ്ങൾക്കും എല്ലാവർക്കും അവകാശമുണ്ട്. പറയട്ടെ. അതിൻ്റെ പുറമെയാണ്, ആ ഉത്തരവാദിത്വത്തിൽ പങ്കാളിത്തം വഹിച്ചതിൻ്റെ പുറമെയാണ് കോൺഗ്രസ് 100 വീട് വിഭാവനം ചെയ്തത്. ആ വീട് നിർമ്മാണത്തിൽ നിന്ന് കോൺഗ്രസ് 1 ഇഞ്ച് പുറകോട്ട് പോകില്ല. ആ 100 വീടും ഉണ്ടാകും, നടപടിയുണ്ടാകും. ഇനി ഒന്ന് കേട്ടെ, ഒരൊറ്റ കാര്യം കൂടെ. ഞാൻ മെനിഞ്ഞാന്ന് മലബാർ ഗോൾഡിൻ്റെ ആസ്ഥാനത്തെ 2 മണിക്കൂറോളുണ്ടായി. എന്ന് പറഞ്ഞാൽ അവിടെയുള്ള ഹയർ എഡ്യൂക്കേഷൻ സെഗ്മെൻറ്റിൽ പഠിക്കുന്ന 134ഓളം വരുന്ന കുട്ടികൾ. ആ 134 കുട്ടികളുടെ ഉന്നത വിദ്യാഭ്യാസം വീഴും എന്നുള്ള ഘട്ടമെത്തിയപ്പോൾ ഞാൻ ഗവൺമെൻറ്റിന് പരാതി കൊടുത്താണ്, കലക്ടർമാരോട് ഡിസ്കസ് ചെയ്താണ്, മന്ത്രിമാരോട് പറഞ്ഞതാണ്. എല്ലാം പറഞ്ഞിട്ടും അവസാനം ഈ മക്കൾ വന്ന് കരഞ്ഞപ്പോൾ അവർക്ക് അച്ഛൻ അമ്മയും എല്ലാം പോയതാണ്. അവർക്ക് ആകെയുള്ളത് ഈ പഠനം മാത്രമാണ്. ഈ മക്കളിൽ വല്ലാതെ മരിച്ചിട്ടില്ല. കാരണം എന്താ? അവരൊക്കെ പഠിക്കുന്ന സ്ഥലത്തായിരുന്നു. അമേരിക്കയിലെ നോർത്ത് വിച്ച് യൂണിവേഴ്സിറ്റിയിൽ പഠിക്കുന്ന ഷിംറോൺ ആലക്കൽ മുതൽ MBBSന് ഇപ്പോൾ പഠിച്ചിറങ്ങിയതായിരിക്കുന്ന ആലപ്പുഴ മെഡിക്കൽ കോളേജിലെ കുട്ടി മുതൽ അച്ഛനും അമ്മയും മരിച്ച MCA പോണ്ടിച്ചേരി യൂണിവേഴ്സിറ്റി പഠിക്കുന്ന സാരജ് മുതൽ മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് കഴിഞ്ഞ് പുറത്തിറങ്ങിയ വിഷ്ണു മുതൽ മുഴുവൻ ചെറിയ കോഴ്സിനും വലിയ കോഴ്സിനും പഠിക്കുന്ന കുട്ടികൾ, ഒരൊറ്റ കുട്ടിയും വീണില്ല, ഒരൊറ്റ കുട്ടിയും സർക്കാർ ഏറ്റെടുത്തില്ല. മുഴുവൻ ഏറ്റെടുത്തത് മലബാർ ഗോൾഡിൻ്റെയും മറ്റുള്ള സ്ഥാപനങ്ങളുടെയും സഹായത്തോടു കൂടിയ MLA കെയറാണ്. ഇനി 2 ദിവസം മുമ്പേ മലബാർ ഗോൾഡ് ആസ്ഥാനത്ത് പോയത് അവർ എൻ്റെ അഭ്യർത്ഥനയും എല്ലാം ഉൾക്കൊണ്ട് ഒരു ഫിനിഷിംഗ് സ്കൂൾ സ്ഥാപിച്ചു. ആ ഫിനിഷിംഗ് സ്കൂളിൽ 14 കുട്ടികളുടെ ട്രെയിനിങ് കഴിയായിരുന്നു. ഞങ്ങൾ ഇപ്പോഴും ദുരന്തബാധിത കമ്മ്യൂണിറ്റിയെ ജീവിപ്പിക്കാനുള്ള ശ്രമത്തിൻ്റെ ഭാഗമാണ്. അതിജീവനം എന്ന് പറഞ്ഞാൽ സ്ട്രക്ചറലല്ല. അതിജീവനം എന്ന് പറഞ്ഞാൽ ആ മനുഷ്യരുമായി ബന്ധപ്പെട്ട എല്ലാ കാര്യം വരും. ഞാൻ ചോദിക്കുന്നു, 1483 കോടി രൂപ സർക്കാരിൻ്റെ കയ്യിലുണ്ട്. ഞാൻ ചോദിക്കട്ടെ, ഇതുവരെ ആ കടം എഴുതി തള്ളി. എന്താ പ്രശ്നം? കേന്ദ്രം തള്ളിയില്ല, സംസ്ഥാനം തള്ളിയില്ല. എന്താ പ്രശ്നം? ഒരൊറ്റ ഹയർ എഡ്യൂക്കേഷനിലെ കുട്ടിയുടെ ഉത്തരവാദിത്വം ഈ ഗവൺമെൻറ് എടുത്തില്ല. ഒരുപാട് ചോദ്യങ്ങളുണ്ട്. 10-ാം തീയതിക്ക് ശേഷം നമുക്ക് പറയാം. ഉത്തരവാദിത്തം നിർവഹിക്കൽ വീടിൻ്റെ കാര്യത്തിൽ മാത്രമല്ല, അവരെ വഴി നടത്താനുള്ളതായിരിക്കുന്ന ഉത്തരവാദിത്തമാണ്. അത് നിർവഹിക്കുന്നതിൽ ഈ സർക്കാരിന് ഗുരുതര പാളിച്ച് വന്നിട്ടുണ്ട്. അത് ഇപ്പോൾ പറയേണ്ട സന്ദർഭമല്ല, അത് പറയേണ്ട സമയത്ത് പറയും. ഏതാ അത്? 10-ാം തീയതി അതിൻ്റെ പൂർണ്ണമായിട്ടുള്ള വിവരം 10-ാം തീയതിയോടുകൂടി അറൗണ്ട് 10ഓടുകൂടി നമുക്ക് കൈമാറും. ഞാനേ നിങ്ങളോട് മറുപടി പറഞ്ഞു. അതിൽ കൃത്യതയോടുകൂടി പറഞ്ഞു. അറൗണ്ട് 10ഓടുകൂടി ഇതിൻ്റെ പൂർണ്ണ വിവരം നിങ്ങളുമായി പങ്കുവെക്കും എന്നുള്ളത് പറഞ്ഞു. അറൗണ്ട് 10ഓടുകൂടി എല്ലാ വിവരങ്ങളും കൈമാറും. അതിൽ നിങ്ങൾക്ക് ക്ലാരിറ്റി വരും കേട്ടോ, ക്ലാരിറ്റി വരും. ഇനി ഒരു കാര്യം കൂടെ കേട്ടെ, ഇതോടെ പറഞ്ഞ് അവസാനിപ്പിക്കാം. MLA കെയറും മലബാർ ചാരിറ്റബിൾ ട്രസ്റ്റിൻ്റെയും സംവിധാനത്തിൽ പഠിച്ച 10ഓളം വരുന്ന വിദ്യാർത്ഥികൾക്ക് ഇപ്പോൾ ജോലി കിട്ടി. ഈ നേരത്തെ പറഞ്ഞ സാരജും വിഷ്ണുവും മലബാർ ഗോൾഡിൽ തന്നെ ജോലി ചെയ്യുന്നു. 14 കുട്ടികളുടെ ട്രെയിനിങ് കഴിഞ്ഞു. 10ഓളം കുട്ടികൾ മറ്റുള്ള സ്ഥാപനത്തിൽ ജോലി ചെയ്യുന്നു. ഏനപ്പൊയ്യ യൂണിവേഴ്സിറ്റിയിൽ 10ഓളം വരുന്ന കുട്ടികൾ നേഴ്സിംഗ് പഠിക്കുകയാണ്. ഫറൂഖ് കോളേജിൽ 5 കുട്ടികൾക്കാണ് ഇത്തവണ സൗജന്യമായി കിട്ടിയത്. ഏനപ്പൊയ്യയിൽ നിരവധി കുട്ടികൾ പഠിക്കുകയാണ്. തിരുവനന്തപുരത്ത് കന്യാകുമാരിയിൽ തക്കല നിഷ് ഡീംഡ് യൂണിവേഴ്സിറ്റിയിൽ 100ഓളം വരുന്ന കുട്ടികൾ, മറ്റുള്ള കുട്ടികളൊക്കെ പഠിക്കുകയാണ്. ഇങ്ങനെ കുറേ കാര്യങ്ങൾ ഞങ്ങൾ അവിടെ ഏറ്റെടുത്ത് ചെയ്തുകൊണ്ടിരിക്കുക. സർക്കാരൊന്നും തിരിഞ്ഞു നോക്കിയിട്ടില്ല പല കാര്യത്തിലും.
ഞങ്ങളതൊന്നും ആക്ഷേപം പറയുന്നതല്ല. വീട് മാത്രമല്ല ഒരു ദുരന്തബാധിത കമ്മ്യൂണിറ്റിയുമായി ബന്ധപ്പെട്ട പ്രവർത്തനം, മറ്റു പലതും ഉണ്ട്. ആ പലതും ചെയ്യുന്നതിൽ ഗുരുതരമായ പാളിച്ച. ഞാൻ പറയാം, ജീവനോപാധിയുടെ കാര്യത്തിൽ കയ്യിൽ പൈസ നിൽക്കല്ലേ, ആരാ തടസ്സം? ജീവനോപാധി മുഴുവൻ കൊടുത്തോ ഈ സർക്കാർ? കൊടുത്തില്ല. കുറേ കാര്യങ്ങളുണ്ട്.